മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി തുറന്നു പറഞ്ഞതിന് DME നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിലെ ആരോപണങ്ങൾ തള്ളി ഡോക്ടർ ഹാരിസ് ചിറക്കൽ മറുപടി നൽകി. ശസ്ത്രക്രിയ മുടങ്ങിയതിൽ തനിക്ക് വീഴ്ചയുണ്ടായിട്ടില്ല. അതേസമയം പരസ്യ പ്രതികരണത്തിലൂടെ സർവീസ് ചട്ടലംഘനത്തിന് ക്ഷമാപണവും നടത്തിയിട്ടുണ്ട്. വിദഗ്ധ സമിതി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തള്ളിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയത്. ശസ്ത്രക്രിയക്കായുള്ള പ്രോബില്ലെന്ന് പറഞ്ഞതിന്റെ പിറ്റേന്ന് അതേ ഉപകരണം ഉപയോഗിച്ച ശസ്ത്രക്രിയ നടന്നിരുന്നുവെന്നായിരുന്നു അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. എന്നാൽ അത് യൂറോളജി വകുപ്പിലെ 2ാം യൂണിറ്റിന്റെ ചുമതലക്കാരനായ ഡോക്ടർ PR സാജുവിന്റെ കൈവശമുണ്ടായിരുന്നതാണെന്നും ആ ഉപകരണം ഉപയോഗിച്ച് നടത്തിയ ശസ്ത്രക്രിയയെക്കുറിച്ചാണ് അന്വേഷണ സമിതി പറയുന്നതെങ്കിൽ അത് തനിക്ക് ചോദിച്ചു വാങ്ങാനാകില്ലെന്നും ഡോക്ടർ ഹാരിസ് മറുപടി നൽകിയിട്ടുണ്ട്. തെറ്റായ വിവരം പ്രചരിപ്പിച്ച് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്ന കുറ്റവും അദ്ദേഹം തള്ളിക്കളഞ്ഞു. എന്നാൽ സർവീസ് ചട്ടലംഘനം നടത്തിയതിന് നോട്ടീസിൽ ക്ഷമാപണവും നടത്തിയിട്ടുണ്ട്. അതിനിടെ ഡോക്ടർ KV വിശ്വനാഥിന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറായി സ്ഥിര നിയമനം നൽകി സർക്കാർ ഉത്തരവിറക്കി. സീനിയോറിറ്റി മറികടന്നാണ് DME സ്ഥാനം നൽകിയതെന്ന് നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു. നിയമനം ചട്ടം പാലിച്ചെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. ഹാരിസ് വിഷയത്തിൽ വാർത്താസമ്മേളനം നടത്തിയ പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും ഫോണിലൂടെ വിശ്വനാഥൻ നിർദ്ദേശം നൽകിയത് വിവാദമായിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.